പുതുയുഗ പിറവിയാണ്. ഇത് ഒരു ഫ്രീബി മാത്രമായിട്ട് ഇതിനെ കണക്കാക്കരുത്. ഇതൊരു എംപവർമെന്റ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടുന്ന് യൂണിവേഴ്സിറ്റി പോകാൻ ഞാൻ ചോദിച്ചു, ടിക്കറ്റിന് വേണ്ടി വരുന്നത് 28 രൂപയാണ്. തിരിച്ചു വരുമ്പോഴും 28 രൂപ, 56 രൂപ. 20 ദിവസം ജോലിക്ക് പോയാൽ, വേണ്ട 25 ദിവസം ജോലിക്ക് പോയാൽ അവര് സേവ് ചെയ്യുന്ന എത്ര? ഒരു മാസം അഡീഷണൽ വരുമാനമായി മാറുകയാണ്. അവർക്ക് ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ പോലെ അവർക്ക് ഉറപ്പുള്ളൊരു കാര്യമായിട്ട് ഇത് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ശാക്തീകരണമാണ്. ഇതൊരു സാമൂഹ്യ സാമ്പത്തിക വിപ്ലവമാണ്. ഇവിടുന്ന് മെഡിക്കൽ കോളേജ്, ഇവിടുന്ന് ഗുരുവായൂർ, ഇവിടുന്ന് മാനന്തവാടി, ഇവിടുന്ന് സുൽത്താൻ ബത്തേരി, നിങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കുക. അത്രയും യാത്രകൾ സൗജന്യമായി വനിതയ്ക്ക് നടത്താൻ പറ്റുമെന്ന് പറയുമ്പോൾ വെറും ഒരു സൗജന്യ യാത്രയുടെ എഫക്റ്റ് അല്ല, അതൊരു എക്കണോമിക്കൽ എഫക്റ്റ് അതിനുണ്ട്, അതൊരു സോഷ്യൽ എഫക്റ്റ് ഉണ്ട്. സാമൂഹ്യ സാമ്പത്തിക വിപ്ലവം എന്ന് ഇതിനെ നമുക്ക് വിളിക്കാൻ കഴിയും. ഒരു ഗവൺമെന്റ് ഇതുവരെ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളോ മാറ്റങ്ങളോ അല്ല, തുടങ്ങുകയാണ്, ചരിത്ര പിറവിയാണ്.